എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു Q&A വീഡിയോ ആണ്. അപ്പൊ ഈ Q&A വീഡിയോക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു. ആ പോസ്റ്റിന് ഒരുപാട് പേര് കമന്റ് ചെയ്തു. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്രയധികം റെസ്പോൺസ് ആ ഒരു പോസ്റ്റിന് കിട്ടുമെന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പൊ ഇനിയും തുടർന്ന് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇനിയും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് അധികം സമയം കളയാണ്ട് വേഗം ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ ഒറ്റ വീഡിയോയിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും കൂടി കമന്റ് ചെയ്ത വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു വീഡിയോയിൽ ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് അധികം അറിയാത്ത ഒരു ഏരിയകളുണ്ട്. അപ്പൊ അത് ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് അതിനെ കുറിച്ചിട്ട് പറയാം കേട്ടോ. ഞാൻ അധികം പുറത്തൊന്നും പോയി ജോലി ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ എനിക്ക് എന്റെ അറിവിന്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വേഗം തന്നെ ഇതിൽ പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്തതിൽ പറയാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചേച്ചിയുടെ ഏജ്, എഡ്യൂക്കേഷൻ, ഫാമിലി എല്ലാം അറിയാൻ താല്പര്യമുണ്ടെന്ന്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റിയ ആണ് കേട്ടോ. റിയ ശ്രിയ എന്നാണ് അതിലെ പേര് വന്നിട്ട്. അപ്പോൾ എൻ്റെ ഏജ് 28 ഇയേഴ്സ് ആണ്. 1991 മാർച്ച് 16 എൻ്റെ ബർത്ത്ഡേ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ബിടെക് IT ഫീൽഡായിരുന്നു. ബിടെക് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഫാമിലി പറയുമ്പോൾ എൻ്റെ വീട്ടില് അച്ഛൻ, അമ്മ, പിന്നെ എനിക്കൊരു ചേച്ചിയാണുള്ളത്. ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ ചേച്ചിക്ക് 3 കുട്ടികളുണ്ട്. ഇപ്പൊ ചേട്ടനും ഒക്കെ നാട്ടിൽ തന്നെ സെറ്റിലാണ്. അവർ അബുദാബിയിലായിരുന്നു. ഇപ്പൊ നാട്ടിൽ സെറ്റിൽഡായി അവര്. പിന്നെ ചേട്ടന്റെ ഫാമിലി പറയുമ്പോൾ അവിടെ അച്ഛനും അമ്മയും പിന്നെ ചേട്ടനൊരു ചേട്ടനാണുള്ളത്. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അപ്പോൾ ചേട്ടനും പിന്നെ ചേച്ചിയും ഉണ്ട് അവിടെ. അടുത്ത ക്വസ്റ്റ്യൻ മിക്കി എസ് എന്നുള്ള ഒരു മിക്കിയാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എനിക്ക് വന്നതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു കമന്റ്. 14 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ ഇതില്. അപ്പൊ ഇതൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ളതുണ്ട് ഏകദേശം. അപ്പൊ ജിക്കുവിന്റെ അച്ഛന്റെ അമ്മയുടെ പേരെന്താന്ന് അപ്പൊ കുറച്ചു പേർക്കൊക്കെ അറിയാം എന്റെ പേര്. എന്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. ജിക്കുവിന്റെ അച്ഛന്റെ പേര് ശ്രീജിത്ത് എന്നാണ്. പിന്നെ കല്യാണം ആൻഡ് ഫോട്ടോസ്. കല്യാണം സെപ്റ്റംബർ 4th 2014 അതിന്റെ ഫോട്ടോസ് ഞാൻ കാണിക്കാം കേട്ടോ. ജപ്പാനിൽ സെറ്റിൽ ചെയ്യാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജപ്പാനിൽ സെറ്റിൽ ചെയ്യാണോന്ന് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ സെറ്റിൽ ആവാനുള്ള പ്ലാൻ ഒന്നും ഇപ്പൊ തൽക്കാലത്തേക്ക് ഇല്ല. ഞാൻ അറിയില്ല എത്രത്തോളം ആവും. ജിക്കുവിന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കും. പിന്നെ ചേട്ടന് എത്ര നാളെ ഇവിടെ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ചൊക്കെ ഇരിക്കും. അങ്ങനെ വലിയ പ്ലാൻ ഒന്നും ഇല്ല. അമ്മയുടെ വിശേഷം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അമ്മയുടെ വിശേഷം എന്ന് വെച്ചാൽ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. പക്ഷെ നാട്ടിലത്തെ പോകുന്നതിലത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ. അപ്പൊ അതിൻ്റെതായ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജിക്കൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് നേരമൊക്കെ പോയി കിട്ടണം, അത്ര തന്നെ. ഫുഡ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു അവിടെ? എനിക്ക് ഇവിടുത്തെ ഫുഡ് അങ്ങനെ വലിയ പ്രോബ്ലം തോന്നിയിട്ടില്ല. എനിക്കിഷ്ടമാണ് നോൺ വെജും കാര്യങ്ങളൊക്കെ കഴിക്കാൻ. പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ചേട്ടനും ഇപ്പൊ അമ്മ വന്നിട്ടുണ്ട്. അമ്മയും പ്യുവർ വെജിറ്റേറിയൻസ് ആണ്. അവർ എഗ്ഗൊന്നും കഴിക്കില്ല. അപ്പൊ അവർക്ക് കുറച്ച് പ്രശ്നങ്ങളാണ്. പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മള് പുറത്തൊരു സ്ഥലങ്ങൾ കാണാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറന്റിൽ പോയാൽ ഫുഡ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. അപ്പൊ എല്ലായിടത്തും വന്നിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. വല്ല സാലഡായിട്ടോ അങ്ങനെയൊക്കെ കഴിക്കേണ്ടി വരും. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി നാട്ടിലേക്ക് എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. നാട്ടില് എല്ലാ വർഷവും ഒരു പ്രാവശ്യമായിട്ട് പോകും. ഇപ്പൊ മെയില് പോയി വന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ അടുത്ത് പെട്ടെന്ന് പ്ലാൻ ഒന്നുമില്ല. ഇന്ത്യ ആൻഡ് ജപ്പാൻ ഡിഫറൻസ് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ ആൻഡ് ജപ്പാൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ടൈം ആൻഡ് പങ്ക്ച്വാലിറ്റി ആണ് ഇവരുടെ മെയിൻ ഒരു കാര്യം. ഇവര് ഭയങ്കര പങ്ക്ച്വൽ ആണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങളൊരു തവണ ഞങ്ങളെ വീട്ടിലേക്ക് എന്നെ ജാപ്പനീസ് പഠിപ്പിച്ചിരുന്ന ഒരു സാറിനെയും ടീച്ചറിനെയും ഇൻവൈറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അവര് 4 മണിക്ക് വരാന്ന് പറഞ്ഞു. ഞാനൊരു 3:45 തുടങ്ങി വെയിറ്റ് ചെയ്തിരുന്നു. ചിലപ്പോൾ നേരത്തേക്ക് വരാലോ എന്നൊക്കെ വിചാരിച്ചു. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു. കറക്റ്റ് 4 മണി എന്ന് പറഞ്ഞ മണി ക്ലോക്കിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അവര് ബെല്ലടിച്ചിരിക്കും. എനിക്ക് തോന്നുന്നു അവര് പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു. ഈ ടൈമിന് അവർ ബെല്ലടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നോ എന്ന് സംശയം തോന്നി. അത്രയ്ക്കും പങ്ക്ച്വലാണ് അവരുടെ കാര്യങ്ങൾ. ആ ഒരു കാര്യം തന്നെയല്ല, പോയിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയി വല്ല ഓഫീസിലും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെയ്ത് കിട്ടാനുള്ള കാര്യങ്ങളായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. പിന്നെ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ആയിരിക്കും ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും. ഫുഡായാലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒന്നിനും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല.
പിന്നെ നല്ല സേഫ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് നാട്ടില് ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടക്കാൻ പേടിയുള്ള എനിക്ക് ഇവിടെ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കാനായാലും ഞാൻ ഇപ്പൊ പുറത്ത് രാത്രികളിൽ കടകളിൽ പോകാനായാലും എനിക്കൊരു പേടിക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് എനിക്ക് നാട്ടിൽ നല്ല പേടിയാണ് പുറത്തിറങ്ങാനൊക്കെ. അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. പിന്നെ നീറ്റ് ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് എല്ലായിടത്തും. അത് എന്റെ പല വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും കാണാൻ പറ്റും നിങ്ങൾക്ക് എത്രത്തോളം ക്ലീൻ ആണ് ഇവിടെ എന്നുള്ളത്. മലയാളി ഫ്രണ്ട്സ് അറ്റ് ജപ്പാൻ ചോദിച്ചിട്ടുണ്ട്. മലയാളി ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് ഇല്ല എന്നുള്ളൂ. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വേറൊരു പ്രിഫെക്ചറിലായിരുന്നു. അപ്പൊ അവിടെ ഒരുപാട് മലയാളി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഇവിടെ താമസിക്കുമ്പോൾ ഇവിടെ അടുത്ത് ആരും തന്നെ ഇല്ല. അപ്പൊ അവരിടയ്ക്ക് വരാറുണ്ട്. ജപ്പാനിലെ ഏറ്റവും ഇഷ്ടം എന്താന്ന്? ജപ്പാനിലെ ഏറ്റവും ഇഷ്ടം അവരുടെ ആ ഒരു നേച്ചറും കാര്യങ്ങളും തന്നെയാണ്. ഇവിടെ നല്ല ക്ലീൻ ആണ്, നല്ല സേഫ് ആണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ പുറത്ത് പോയി ചെയ്യാൻ എനിക്ക് ആദ്യമൊക്കെ മടി ഉണ്ടെങ്കിലും ഇപ്പൊ എനിക്ക് ആ പേടിയൊക്കെ മാറി തുടങ്ങി. പിന്നെ പുറത്ത് നല്ല സേഫ് ആയിട്ട് എനിക്ക് പുറത്തിറങ്ങാം. അതാണ് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പിന്നെ ഇഷ്ടമല്ലാത്ത കാര്യം ഇൻ ജപ്പാൻ അതെന്ന് പറയുമ്പോ ഇപ്പൊ ഇവിടെ സൺഡേസിലൊക്കെ ഹോസ്പിറ്റൽസ് ഒന്നും അധികം ഉണ്ടാവില്ല. ഇപ്പൊ ഞങ്ങളിതേ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും വൈറൽ ഫീവർ ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ എന്നിട്ട് സൺഡേ ഒക്കെയാണ് നല്ല കുറച്ച് കൂടുതൽ വയ്യാണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് സിറ്റിയിൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഹോസ്പിറ്റലൊക്കെ ഓപ്പൺ ആവുള്ളൂ. അപ്പൊ അവിടേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല നമ്മുടെ നാട്ടില് പിന്നെയും അല്ല മിക്കവാറും ഹോസ്പിറ്റൽസും ക്ലിനിക്സും ഡോക്ടറിന്റെ വീട്ടിലായാലും പോയൊക്കെ കാണാൻ തോന്നുന്നു. ഇവിടെ അങ്ങനെ ഒരു ഫെസിലിറ്റീസ് കുറവാണ്. പിന്നെ ലാംഗ്വേജിന്റെ പ്രശ്നം വരും. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലാംഗ്വേജ് അറിയണ ആൾക്ക് പോലും മെഡിക്കൽ ടേംസ് ഒന്നും അധികം അറിയണമെന്ന് വരില്ല. അപ്പൊ നമ്മൾക്ക് നമ്മുടെ അവസ്ഥ അവരോട് എക്സ്പ്രസ് ചെയ്യാനുള്ള വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും. അതാണ് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് അധികം സംസാരിക്കാത്ത നാട്ടിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത്. ഇംഗ്ലീഷ് അധികം സംസാരിക്കാത്ത നാട് തന്നെയാണ്. പക്ഷെ ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ എടുത്ത് പിന്നെ ബില്ലടിക്കാൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അത്യാവശ്യം ഇങ്ങനെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കും. ചിലപ്പോൾ വല്ല സ്നാക്സ് ഒക്കെ വാങ്ങുമ്പോൾ ഇതിൽ വല്ല നോൺ വെജ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കും. എനിക്ക് ഇപ്പൊ ചേട്ടന് ജാപ്പനീസ് അറിയുന്നതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഇപ്പൊ ഞാനും കുറെയൊക്കെ ഒപ്പിച്ച് പറഞ്ഞു തുടങ്ങി. എത്ര നാളായി ജപ്പാനില് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ പാടെ വന്നതാണ്. ഇപ്പൊ 4 വർഷത്തോളായി. ചേട്ടൻ ഇവിടെ 9 വർഷത്തോളായി ജപ്പാനില്. ജപ്പാനിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ ഉള്ള എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അത് പറയുമ്പോ മുമ്പ് ഞാൻ പറഞ്ഞില്ല, എന്റെ സിസ്റ്ററൊക്കെ ഗൾഫിലായിരുന്നു. എന്റെ മിക്കവാറും റിലേറ്റീവ്സ് ഇങ്ങനെ ഗൾഫ് കൺട്രീസിലൊക്കെ ആയിരുന്നു. അപ്പൊ അവിടേക്ക് വിളിക്കുമ്പോ ഇങ്ങനെ ഫുള്ള് AC ഇട്ടിട്ട് അങ്ങനെ നല്ല സുഖിച്ചിരിക്കണം, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് എന്റെ ഒരു ഫീല്. പക്ഷെ ഇവിടെ വന്നപ്പോ നോക്കിയപ്പോ അധികം നമ്മൾ AC അധികം യൂസ് ചെയ്താൽ നമുക്ക് നല്ല കറണ്ട് ബില്ല് വരും. പിന്നെ ഇവിടുത്തെ എക്സ്പെൻസസ് ആയാലും നമുക്ക് അങ്ങനെ അങ്ങോട്ട് നാട്ടിലത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങനെ സാധനങ്ങൾ വാങ്ങാനും അങ്ങനെ ഒന്നും സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ എപ്പോഴാ തോന്നിയെന്ന് പറഞ്ഞാല് എനിക്ക് നല്ല മടിയാണ്. എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് നല്ല മടിയാണ്. അപ്പൊ ഞാന് ജിക്കുവിനെയൊക്കെ സ്കൂളിൽ ചേർത്താറായി എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തിയപ്പോ ഞാനിങ്ങനെ കുറേ ജിക്കു ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോ ഞാൻ ഉറങ്ങില്ല, എന്നെ പിടിച്ച് കെടുത്തും കൂടെ. അപ്പൊ ഞാനിങ്ങനെ കുറേ നേരം അവന്റെ കൂടെ കിടന്ന് ഇങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ കാണും, കുറേ വീഡിയോസ് ഇരുന്ന് കാണും. കണ്ട് അവസാനം എനിക്ക് തോന്നി എനിക്ക് തന്നെ ഒന്ന് തുടങ്ങിയാലെന്താന്ന്. അപ്പൊ ഞാനൊരു കുറേ വീഡിയോസ് കണ്ടപ്പോഴാണ്. ബാക്കി എല്ലാവരുടെ വീഡിയോസ് ഭയങ്കര അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഭയങ്കര ഇതിൽ ലെവലിലൊക്കെ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. ഞാനൊരു ചാനൽ കണ്ടു, മലയാളി മുംബൈ ഹെൽന എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ. ഇപ്പൊ നല്ല ഹിറ്റായിട്ടുള്ള ചാനലാണത്. അപ്പൊ ആ ചാനലിൽ വന്നിട്ട് ഹെൽന സംസാരിക്കണമെന്ന് വെച്ചാൽ സാധാരണ ഒരു വീട്ടിലെ ഒരു അമ്മ സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് സംസാരിക്കുന്ന പോലെ, വീട്ടിലെ പോലെ സംസാരിക്കുന്ന രീതിയിലുള്ള സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഹെൽനയുടെ അത്രയല്ല, ഇവരുടെ സാധാരണ വീട്ടമ്മമാർക്കും ഇത് തുടങ്ങണോണ്ട് കുഴപ്പമില്ല എന്നുള്ളൊരു ഇതിൽ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതേപോലെ ചേട്ടനോട് ആരോടൊന്നും പറഞ്ഞില്ല. ജിക്ക് ഉറങ്ങി കിടക്കുമ്പോൾ ഞാൻ പണ്ടത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോസ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തു, ആരെങ്കിലും കാണുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്.
അത് കുറച്ച് പേരെ കണ്ടോളൂ, ഞാൻ വേഗം തന്നെ അത് പ്രൈവറ്റ് ആക്കി ഇട്ടു. അപ്പൊ ക്വസ്റ്റ്യൻസ് കൂടിപ്പോയോ ചേച്ചി, ഒരു ദിവസം പോലും ഇപ്പോൾ ചേച്ചിയെ ഓർക്കാതെ ഇരിക്കാറില്ല, സ്റ്റേ ബ്ലെസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മളെ സ്നേഹിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. താങ്ക് യു സോ മച്ച് മിക്കി. അടുത്ത ക്വസ്റ്റ്യൻ രാകേഷ് കേശു ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ഇഫ് യു ആർ ക്വാളിഫൈഡ് വൈ യു കുഡിൻ സെർച്ച് ഫോർ എ ജോബ് ദർ, ഈസ് ദർ എനി പ്രോബ്ലം വിത്ത് വർക്ക് വിസ? അപ്പോൾ ഞാൻ ബിടെക് ക്വാളിഫൈഡ് ആണ്. എന്തുകൊണ്ടാണ് ജോബ് ചെയ്യാത്തതെന്ന് വെച്ചാൽ എനിക്ക് നല്ല മടിയായിട്ട് തന്നെയാണ്. ഞാൻ ജോബിനൊന്നും ട്രൈ ചെയ്തില്ല. മടിയെന്നേ ഇല്ല, ഞാനൊരു ടെൻഷൻ റാണിന്ന് തന്നെ പറയാം. ഇതേപോലെ ഒരു കൺട്രിയിൽ വന്നിട്ട് ഭാഷയും കൂടി അറിയില്ല, ഇവിടെ വന്നിട്ട് ഒരു ജോബ് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ജോബിന് പോവുക, എനിക്ക് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിനും ട്രൈ ചെയ്തില്ല കേട്ടോ. അപ്പൊ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞിരുന്നുള്ളൂ, ഒന്നില്ലേ എന്തെങ്കിലും പഠിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, വെറുതെ സമയം കളയരുതെന്നാണ് എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവസാനം ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് എത്തിയത്. ഈസ് ദർ എനി പ്രോബ്ലം വിത്ത് വർക്ക് വിസ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനൊരു പ്രോബ്ലം ഇല്ല കേട്ടോ. ഞാൻ ഡിപ്പെൻഡന്റിലായിട്ടാണ് വന്നത്. അപ്പൊ എനിക്ക് വർക്ക് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല ഇവിടെ. പിന്നെ ലാംഗ്വേജിന്റെ പ്രോബ്ലം വരും. അപ്പൊ ലാംഗ്വേജ് അറിഞ്ഞിരുന്നാലാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അധികവും കിട്ടുക. ഇവിടെ ലാംഗ്വേജ് ആദ്യം പഠിക്കേണ്ടി വരും. I have seen so many videos regarding the cleanliness of Japanese. Are they grow koi fishes in drainage canal? Is this correct? ശരിയാണ്. ഇവിടുത്തെ ക്ലീനിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാം. ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും കമന്റ് ചെയ്യാറുണ്ട് എന്തിന് ക്ലീൻ ആയിട്ടുള്ള കൺട്രി ആണെന്ന്. ശരിയാണ്. പിന്നെ ഡ്രെയിനേജില് ഫിഷസിനെ വളർത്തുമെന്നുള്ള കാര്യം അത് ശരിയാണ് കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും ഞാൻ അതിന്റെ ഫോട്ടോ കമ്മ്യൂണിറ്റി ടാബിൽ അങ്ങനെ പോസ്റ്റ് ചെയ്യാം. പറ്റുകയാണെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ അറ്റാച്ച് ചെയ്യാൻ നോക്കാം. ട്രൈ ചെയ്യാം കേട്ടോ. ഇവിടെ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഞാൻ മുമ്പ് താമസിക്കുന്ന പ്രിഫെക്ചറിൽ അങ്ങനെ കണ്ടിരുന്നു. Why you people can't buy a car or bike there? Does have any problem with that? പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ ആദ്യമൊക്കെ വന്നത് ഇങ്ങനെ പ്രൊജക്റ്റ് ആയിട്ടായിരുന്നു, ഓൺ സൈറ്റ് പ്രൊജക്ട്. അപ്പൊ കുറച്ച് നാളത്തേക്ക് ആയിരിക്കും വരാ. പ്രൊജക്ട് 3-4 മാസം അല്ലെങ്കിൽ 1 വർഷം മാക്സിമം അങ്ങനെയൊക്കെ ആയിട്ടാണ് വരാറ്. മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2 പേർക്കും ഡ്രൈവിംഗ് അറിയില്ല. എനിക്ക് ലൈസൻസ് ഉണ്ട്, ഡ്രൈവിംഗ് അറിയില്ല. ചേട്ടനാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള ഒരു ടൈം ഇതുവരെ കിട്ടിയിട്ടില്ല. പഠിച്ചിറങ്ങിയ പാടെ ജോലിക്ക് കയറി, ജോലിയിൽ നിന്ന് ഓൺ സൈറ്റ് പ്രൊജക്ട് ആയിട്ട് ഇവിടേക്ക് എത്തിയതാണ്. പിന്നെ ഇവിടെ ലൈസൻസ് എടുക്കാൻ ട്രൈ ചെയ്തപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ എടുക്കാനുള്ള ഒരു പ്ലാനിൽ നിൽക്കുന്നത്, ലൈസൻസ് എടുക്കാനുള്ള ഒരു പ്ലാനിൽ നോക്കുന്നുണ്ട്. പിന്നെ ബൈക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ 3 പേർക്കൊന്നും ഇരുന്ന് പോകാൻ പറ്റും തോന്നുന്നില്ല. ജിക്കും ഉണ്ടല്ലോ നാട്ടിലത്തെ പോലെ അങ്ങനെ അച്ഛനും അമ്മയും കുട്ടിക്കും അങ്ങനെ ഇരുന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ബൈക്ക് വാങ്ങാത്തത്. ചേച്ചി, you are always showing vlogs about things in urban areas. Why you don't go for rural areas and show us the habit and habitat of village people? വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾക്കിപ്പോ അങ്ങനെ ട്രാവൽ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ഞാൻ കുറെ വീഡിയോ ചെയ്തിരുന്നെങ്കിലും ആരും ഒന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പെട്ടെന്നാണ് ചാനലൊന്ന് ക്ലിക്കായി എല്ലാവരും ഒന്ന് കണ്ടു തുടങ്ങിയത്. ഇപ്പൊ കണ്ടു തുടങ്ങിയപ്പോ ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട് വില്ലേജ് ഏരിയയിൽ പോയിട്ട് അവിടുത്തെ ലൈഫും കാര്യങ്ങളൊക്കെ കാണിക്കണമെന്ന്. അപ്പൊ ഞാന് അധികം വൈകാണ്ട് പറ്റുന്ന പോലെ കാണിക്കാം കേട്ടോ. പോവാൻ ട്രൈ ചെയ്യാം. അപ്പൊ ഫാമിലിയൊക്കെ ആയിട്ട് ആയതുകൊണ്ട് അവിടേക്ക് ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ആണ് പ്രശ്നം. ഞങ്ങളിപ്പോ താമസിക്കുന്നത് ടോക്കിയോയിലാണ്. ക്യാൻ യു പ്ലീസ് ഡു എ വ്ലോഗ് റിഗാർഡിംഗ് ദ ഫേം ആൻഡ് വർക്കിംഗ് എക്സ്പീരിയൻസ് അബൌട്ട് ചാറ്റായിസ്? ട്രൈ ചെയ്യാം കേട്ടോ. ചേട്ടന്റെ വർക്കിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചേട്ടനെ കൊണ്ട് തന്നെ വീഡിയോ ചെയ്യിക്കാൻ ട്രൈ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ തച്ചു ആണ് ചോദിച്ചിട്ടുള്ളത്. ഹായ്, നാട്ടിൽ എവിടെയാ 2 പേരുടെയും സ്ഥലം? നാട്ടില് ഞങ്ങള് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. ചേട്ടന്റെ വീട് ഇരിഞ്ഞാലക്കുട അടുത്തും എന്റെ വീട് അവിടെ നിന്ന് അടുത്ത് തന്നെയാണ്. 1/2 മണിക്കൂർ ഡിസ്റ്റൻസേ ഉള്ളൂ. കൊടുങ്ങല്ലൂരില് പെരിഞ്ഞണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട്. എന്നായിരുന്നു മാരേജ്? ഞാൻ പറഞ്ഞതാണ് September 4, 2014 എവിടെയാ പഠിച്ചതെന്ന്? ഞാൻ ബിടെക് പഠിച്ചത് MES കുറ്റിപ്പുറം കോളേജിലാണ്, എഞ്ചിനീയറിംഗ് കോളേജില്. പിന്നെ ഞാൻ സ്കൂളൊക്കെ SM വിദ്യാഭവൻ എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു, തൃശ്ശൂരിൽ തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ ഹിബയാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ സാധാരണ ക്ലൈമറ്റ് എങ്ങനെയാണ്? അപ്പൊ ഇവിടുത്തെ സാധാരണ ക്ലൈമറ്റ് എന്ന് വെച്ചാല് വിന്റർ ഉണ്ട്. വിന്റർ നല്ല എക്സ്ട്രീം എന്തായിട്ട് -2 ഡിഗ്രി വരെയൊക്കെയാണ് ഇവിടെ പോവാറുള്ളത്. ഞങ്ങൾ താമസിക്കണ ടോക്കിയോയില്
വരാറുള്ളത്. പിന്നെ ഞങ്ങള് ടോക്കിയോയിൽ തന്നെ ഞങ്ങൾ ഒരു ഔട്ടറിലാണ്, ഹച്ചോജി എന്ന് പറഞ്ഞ പ്ലേസിൽ. അപ്പൊ ഇവിടെ കുറച്ചും കൂടി എനിക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ചൂടായാലും ഇവിടെ നല്ല ചൂടെന്ന് വെച്ചാൽ അധികം നമ്മൾ വേർക്കൊന്നല്ല, നമ്മൾ നല്ല ഹ്യൂമിഡിറ്റിയാണ് ഇവിടെ. അപ്പൊ നല്ലൊരു പുഴുക്കം എന്ന് പറയില്ല നമ്മൾ, ആ ഒരു ഫീലാണ് ഇവിടെ. അപ്പൊ നല്ല ചൂട് ഫീൽ ചെയ്യും നമുക്കിവിടെ. ഒരു ശരാശരി മലയാളി അവിടെ വന്നാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഏതൊക്കെ ഇഷ്യൂസിലാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മെയിനായിട്ട് മലയാളികൾ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് മെയിനായിട്ട് ഫുഡും കാര്യങ്ങളും ആയിരിക്കാം കൂടുതൽ പേർക്കും പ്രശ്നം വരിക. പിന്നെ നോൺ വെജും അങ്ങനെ എന്തും കഴിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ലാംഗ്വേജിന്റെ കാര്യം ഒരു പ്രശ്നം വരും. ലാംഗ്വേജ് അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. പിന്നെ ക്ലൈമറ്റ് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ അമ്മയൊക്കെ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. ഞങ്ങൾക്ക് ചൂട് എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് സാധാരണ ഒരു നോർമൽ ടെമ്പറേച്ചർ ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴും അമ്മയ്ക്ക് നല്ല തണുത്ത് ഷിവർ ചെയ്യായിരുന്നു അമ്മ. അപ്പൊ അതായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിരുന്നു. എനിക്ക് ആലോചിച്ചിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസേ കിട്ടിയുള്ളൂ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിബയാണ് കേട്ടോ ചോദിച്ചത്. താങ്ക് യു ഹിബ. പിന്നെ തച്ചു പിന്നെയും അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. അവിടെ ജീവിക്കാൻ പേടിയുണ്ടോ? എപ്പോഴും എർത്തുകേക്ക് ഉണ്ടാകുന്ന സ്ഥലമല്ലേ? സത്യം പറഞ്ഞ കല്യാണാലോചന വന്നപ്പോ എല്ലാവർക്കും ഒരു പേടിയായിരുന്നു കേട്ടോ. ജപ്പാനിലൊക്കെ കേട്ടിട്ട് എർത്തുകേക്കിന്റെ സ്ഥലമല്ലേന്ന്. ഇവിടെ വന്നപ്പോ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുലുക്കങ്ങളാണ്. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന പ്രിഫെക്ചറിൽ അങ്ങനെ ഫീൽ ചെയ്തിരുന്നില്ല. ഇപ്പൊ ടോക്കിയോയിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ 2 വർഷമായി. ഇവിടെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കുലുക്കങ്ങൾ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ അത് സാധാരണയായി. ഈ മേജറൊന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അറിയില്ല കേട്ടോ അത്രത്തോളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രുരു എന്നാണ് പേര്, രുരു ഡി എന്ന് പറഞ്ഞിട്ട്. ജപ്പാനിൽ ഇടയ്ക്കിടയ്ക്ക് എർത്ത് കേക്സ് ഉണ്ടാകാറുണ്ടോ? ഐ ഹാവ് ഹേർഡ് ദാറ്റ് ജപ്പാൻ ഈസ് വെരി പ്രോൺ ടു എർത്ത് കേക്സ്, സുനാമി ആൻഡ് ലാൻഡ് സ്ലൈഡ്സ്. പ്ലീസ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എർത്ത് കേക്ക് ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഞാൻ താമസിച്ച പിന്നെ അധികം വലിയ കാര്യമായിട്ടുള്ള എർത്ത് കേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ കുലുക്കങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇവിടെ കബോർഡൊക്കെ വന്നിട്ട് നല്ല കിടുങ്ങും, നല്ല സൗണ്ടൊക്കെ കേൾക്കാം. അങ്ങനെ ഉണ്ടാവാറുണ്ടെങ്കിലും പിന്നെ ന്യൂസ് വെക്കുമ്പോ കാണുന്നതാണ് ജപ്പാനിലെ പല ഏരിയകളും. ഇപ്പൊ നാട്ടിൽ നിന്ന് ന്യൂസ് കണ്ടിട്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, അവിടെ എർത്ത് കേക്ക് ഉണ്ടായാലും ഇവിടെ എർത്ത് കേക്ക് ഉണ്ടായില്ല. അപ്പൊ അത്രയൊക്കെ തന്നെ അറിയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് എർത്ത് കേക്ക്സ് ഉണ്ടാവാറുണ്ട്. പിന്നെ ചേച്ചിയുടെ മാരേജ് ഫോട്ടോ വേണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ കാണിക്കാലോ? ഫഹീമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആതിര അനൂപാണ്. ഹായ്, അവിടെ എന്താണ് 2 പേരുടെയും ജോബ്? അപ്പൊ എനിക്കിവിടെ ജോബൊന്നുമില്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. പിന്നെ ചേട്ടൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഇപ്പൊ ജപ്പാനിലത്തെ ഒരു കമ്പനിയിൽ തന്നെ ജോയിൻ ചെയ്തു. ഇതുവരെ ഇന്ത്യൻ കമ്പനിയിൽ ഓൺസൈറ്റ് പ്രൊജക്റ്റ് ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഭവ്യ ശ്രീയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കമന്റ് ചെയ്യാറുള്ളതാണ് കേട്ടോ. സ്റ്റാർട്ടിങ് മുതൽ എന്റെ വീഡിയോസിനൊക്കെ കമന്റ് ചെയ്യുന്നതാണ് ഭവ്യ ശ്രീ. ജിക്കു ജാപ്പനീസ് സംസാരിക്കാറുണ്ടോ? ജിക്കു ജാപ്പനീസ് അത്യാവശ്യം സംസാരിക്കും. അവനിപ്പോ അവന്റെ ഏജിനനുസരിച്ചിട്ട് അത്യാവശ്യം അതെന്താ ഇതെന്താ പേരെന്താ ഹൗ ആർ യു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഫ്രൂട്ട്സിന്റെ പേര്, അനിമൽസിന്റെ പേരൊക്കെ ജാപ്പനീസിൽ അറിയാം. നമ്പേഴ്സ് അറിയാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. വലിയ കുഴപ്പമില്ല. കുറെയൊക്കെ അവന്റെ ടീച്ചറൊക്കെ സംസാരിച്ചാൽ കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി. എത്ര വർഷമായി ജപ്പാനിൽ എത്തിയിട്ട് ചോദിച്ചു. ഞാൻ വന്നിട്ട് 4 വർഷമായി. ചേട്ടന് ഇപ്പൊ 9 വർഷമായി. നാട്ടിലെവിടെയാ? ഞങ്ങള് തൃശ്ശൂരാണ്. ഓൾറെഡി പറഞ്ഞതാണ് ഇതൊക്കെ. ഞാൻ തൃശ്ശൂർ ജില്ലയില് ഇരിഞ്ഞാലക്കുട അടുത്താണ് ഞങ്ങൾ 2 പേരുടെയും വീട്. ഏജ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഏജ് 28 years ആണ്. ഇഷ്ടപ്പെട്ട ജാപ്പനീസ് ഫുഡ്? എനിക്ക് അങ്ങനെ മെയിനായിട്ടൊന്നുമില്ല. ഞാൻ പുറത്തു പോയാൽ വല്ലാണ്ട് അങ്ങനെ ട്രൈ ചെയ്യണ കൂട്ടത്തിലല്ല. എനിക്ക് കണ്ടിട്ട് ഒരു ഭംഗിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യും. അങ്ങനെയുള്ള അധികം ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ പോവാറില്ല. പോയിട്ടുള്ള എന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു. ഒനിഗിരി എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒനിഗിരി എന്ന് പറഞ്ഞ ഫുഡ് ഞാൻ അതിന്റെ റെസിപ്പി ഒക്കെ ഇട്ടായിരുന്നു. എന്റെ 2-3 വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുമുണ്ട്. അപ്പൊ ആ ഫുഡാണ് എനിക്ക് ഇഷ്ടം. അവിടെ വിന്ററിൽ സ്നോഫാൾ ഉണ്ടാകാറുണ്ടോ? ഞങ്ങൾ താമസിക്കുന്ന ലൊക്കേഷൻ ടോക്കിയോയിൽ ഔട്ടർ ഹച്ചോജിയിലാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾ വന്ന ഇയറിൽ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള സ്നോഫാൾ ഉണ്ടായി ഒരു 2 പ്രാവശ്യമായിട്ട്. പിന്നത്തെ വർഷം ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞാൻ സ്നോഫാൾ ഉണ്ടാവും വ്ളോഗ് ചെയ്യാതൊക്കെ വിചാരിച്ച് നല്ല വെയിറ്റ് ചെയ്തിരുന്നപ്പോ സ്നോഫാൾ ഉണ്ടായില്ല. അപ്പൊ ഇവിടെ അങ്ങനെ സ്നോഫാൾ ഒന്നും ഉണ്ടാവാറുന്ന ഏരിയ അല്ല കേട്ടോ. ഉണ്ടായാൽ തന്നെ വല്ലപ്പോഴും അത്ര ഹെവി ആയിട്ട് ഒരു ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ.
ഇത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ ഭവ്യശ്രീ. താങ്ക് യു. ആതിര KR, അവിടെ വെജിറ്റേറിയൻസിന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണോ? ജപ്പാൻകാരെല്ലാം നോൺ വെജ് ആണോ? കുറെ മൂവീസിൽ കണ്ടിട്ടുണ്ട് അവിടെ പോലീസുകാരൊക്കെ സൈക്കിളിൽ യാത്ര ചെയ്യുന്നത്, അത് ഉള്ളതാണോ? ഓക്കെ, ഞാൻ ഓരോന്നായിട്ട് പറയാട്ടോ. അവിടെ വെജിറ്റേറിയൻസിന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണോ? ജപ്പാൻകാരെല്ലാം നോൺ വെജ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ വെജിറ്റേറിയൻസിന് ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചേട്ടൻ പ്യുവർ വെജ് ആണ്. അപ്പൊ പുറത്ത് പോയാൽ ഫുഡ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാറുണ്ട്. പിന്നെ വല്ല സബ്വേ അങ്ങനെ വെജിറ്റേറിയൻ സാൻഡ്വിച്ചസ് അങ്ങനെ വല്ലതൊക്കെ കിട്ടും. അല്ലാണ്ട് ഒക്കെ വെജിറ്റേറിയൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അപ്പൊ അവിടെ നിന്ന് കിട്ടും. കുറച്ച് ബുദ്ധിമുട്ടാണ്. ജപ്പാൻകാരധികവും നോൺ വെജ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെയാണ്. 99.9% നോൺ വെജിറ്റേറിയൻസ് തന്നെയാണ്. കുറെ മൂവീസിൽ കണ്ടിട്ടുണ്ട് അവിടെ പോലീസുകാരൊക്കെ സൈക്കിളിൽ യാത്ര ചെയ്യുന്നത്, അതുള്ളതാണോ? ഉള്ളത് തന്നെയാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് പോലീസുകാരുടെ സൈക്കിൾസ് ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. പോലീസുകാർ അധികം സൈക്കിളിൽ തന്നെയാണ് ഇങ്ങനെ പെട്രോളിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ മുതിർന്നവരെ ബഹുമാനിക്കുന്നത് തലകുനിച്ചൊക്കെ നിന്നിട്ട് കണ്ടിട്ടുണ്ട് സിനിമകളിൽ, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അതെ, വളരെ ശരിയാണത്. മുതിർന്നവരിനല്ല മിക്കവാറും ഞാൻ പറഞ്ഞു മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, നമ്മുടെ അടുത്ത് കൂടെ ഒരാൾ പോയാണെങ്കിൽ നമ്മൾ അവരോട് കോനിച്ചിവ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ബോ ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത് കൂടെ പോണത്. ഞാൻ പറഞ്ഞിട്ടുള്ള മുമ്പത്തെ വീഡിയോയില്. അതൊക്കെ ശരി തന്നെയാണ് കേട്ടോ. ആതിരയാണ് ചോദിച്ചിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. താങ്ക് യു ആതിര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രേഷ്മ ജോസഫ് ആണ് ചോദിച്ചിട്ടുള്ളത്. ചേച്ചിയുടെയും ചേട്ടന്റെയും ഫാമിലി, എഡ്യൂക്കേഷൻ, ജോബ്. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ചേട്ടന്റെ എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞില്ല, ബിടെക് ആണ്, കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡ് ആയിരുന്നു. അപ്പോ അത് ബാക്കിയെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ മുനീറ ആരെ ചോദിച്ചിട്ടുള്ളതാണ്. ജപ്പാൻകാർക്ക് ഔട്ട്സൈഡേഴ്സിനുള്ള ബിഹേവിയർ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ടൈം ജപ്പാനിലോട് വന്നപ്പോൾ എന്തായിരുന്നു ഫീലിംഗ് ചോദിച്ചിട്ടുണ്ട്. ജപ്പാനിലേക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്, ഞാനിവിടെ ഒരുപാട് പേരായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടൊക്കെ ഉള്ളതാണ്. അപ്പൊ അവരൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. എന്ത് കാര്യത്തിനും ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ച കാര്യം നമുക്ക് സാധിക്കണ വരെ അവര് നമ്മളോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ചോദിച്ച കാര്യങ്ങൾ നമുക്കത് കിട്ടിയെന്ന് അവർ ഉറപ്പ് വരുത്തിയിരിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ പിന്നെ വേറെ ജോലിക്ക് പോയിട്ട് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ജപ്പാൻകാർക്ക് നമ്മളോട് വളരെ സ്നേഹത്തിൽ ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ജപ്പാനിലോട്ട് വന്നപ്പോൾ എന്തായിരുന്നു ഫീലിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ നേരത്തെ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര സംഭവമായിട്ട് വിചാരിച്ചിട്ട് എനിക്ക് അത്രയ്ക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഒരു സാധാരണ നല്ല നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള ഒരു സ്ഥലം, അല്ലാണ്ട് ഭയങ്കര പോഷ് ആയിട്ടുള്ള ലൈഫ് അങ്ങനെയൊന്നും അല്ല എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ നാട്ടിലെ സാധാരണ ആൾക്കാരുടെ പോലൊക്കെ തന്നെയാണ് ഇവരുടെ ഒരു ലൈഫ്. ക്ലിക്ക് SSSSS എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിരിക്കുകയാണ്. വാട്ട് യു ലൈക്ക് മോസ്റ്റ് ഇൻ ജപ്പാൻ? വിച്ച് തിങ് ഇൻ ജപ്പാൻ യു ഫീൽ ബെറ്റർ ആസ് കമ്പയർഡ് വിത്ത് ഇന്ത്യ? എനിക്ക് ജപ്പാനിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ ആൾക്കാർ തമ്മിലുള്ള ആ റെസ്പെക്റ്റും കാര്യങ്ങളും, പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ക്ലീൻ ആയിട്ടുള്ള കൺട്രിയാണ്, അതേപോലെ സേഫ് ആയിട്ടുള്ള കൺട്രിയാണ്. വിച്ച് തിങ് ഇൻ ജപ്പാൻ യു ഫീൽ ബെറ്റർ ആസ് കമ്പയർഡ് വിത്ത് ഇന്ത്യ? ഇതൊക്കെ തന്നെ ആൾക്കാരുടെ പെരുമാറ്റമായാലും പിന്നെ അവിടുത്തെ ടൈം ആൻഡ് പങ്ക്ച്വാലിറ്റി. ഇവിടെ ഓഫീസിൽ വല്ല കാര്യങ്ങള് ഇപ്പൊ നമ്മളെ നാട്ടിൽ പോയിട്ട് ഒരു പഞ്ചായത്തിൽ ഒരു കാര്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ എത്ര നമ്മൾ നടക്കണം. ഇവിടെ അങ്ങനത്തെ ഒരു കാര്യം വേണ്ട. പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് ഇന്ന ഡേറ്റിന് വരാൻ പറഞ്ഞിരിക്കും. അപ്പൊ ആ ഡേറ്റിന് കാര്യം നടന്നിരിക്കും. പിന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അല്ലാണ്ട് നമ്മള് ബാക്കി കൂടെ വേറെ പണികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണ് അവര് ചെയ്യുക. അത് തന്നെയാണ് എനിക്ക് ഇവിടെ ഇന്ത്യനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ പ്രീതി ഗോപിയാണ് ചോദിച്ചിട്ടുള്ളത്. അവിടുത്തെ ഫുഡും കേരളത്തിലെ ഫുഡും ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ ആദ്യം ജപ്പാനിൽ എത്തിയപ്പോ ഫുഡ് ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വന്നിട്ട് ചേട്ടന് കേരള ഫുഡൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് കുക്കിംഗ് അറിയില്ലായിരുന്നു. അതും ഒരു ഫാക്ടറായിരുന്നു. അപ്പോൾ കേരള ഫുഡ് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാന്നുള്ളത് വലിയൊരു തലവേദന തന്നെയായിരുന്നു. വെച്ചാൽ കോക്കനട്ട് കിട്ടില്ല, വേപ്പില ഇല്ല, അങ്ങനെ വെളിച്ചെണ്ണ അങ്ങനത്തെ സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോ അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തിരുന്നു. ആദ്യം വന്നപ്പോ ഫുള്ള് ഈ ഗോതമ്പ് ദോശ തന്നെയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്.
പിന്നെയാണ് ഓരോ കാര്യങ്ങൾ ദോശ ഉണ്ടാക്കാനും ഇഡ്ഡലി ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പഠിച്ചു തുടങ്ങിയത്. അപ്പൊ അങ്ങനെ കേരള ഫുഡ് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നത് ഫസ്റ്റ് വന്നപ്പോൾ. പിന്നെ ഇവിടുത്തെ ഫുഡ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പുറത്ത് പോയി ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അനീസ ചോദിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ, പോപ്പുലർ ഫുഡ് ഇൻ ജപ്പാൻ അതർ ദാൻ സുഷി ആൻഡ് സഷിമി. എനിക്ക് തോന്നുന്നു രാമേൻ എന്ന് പറഞ്ഞ നൂഡിൽസ് നല്ല പോപ്പുലർ ആണ് ഇവിടെ, ഇവരുടെ ഒരു ഫേമസ് ഫുഡാണ്. പിന്നെ അതേപോലെ തന്നെ യാക്കി സോബ, അതൊക്കെ നൂഡിൽസിന്റെ ഒരു തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്ക് അധികം ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല, ഞാൻ കുറച്ച് അധികം പോയിട്ടില്ല. ഷീജ പി ചോദിച്ചിട്ടുണ്ട്, ജപ്പാൻകാരിൽ നിന്ന് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ജപ്പാൻകാരിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മളുടെ ചുറ്റും പരിസരവും കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ട് നമ്മൾ സൂക്ഷിക്കുക. അപ്പൊ അതിൽ എനിക്ക് കുറെ മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോയാലും എനിക്കിപ്പോ അങ്ങനെ ഒരു സാധനം താഴെടാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ നാട്ടിൽ പോയാലും അറിയാതെ എന്റെ തല ഒന്ന് ഇതേപോലെ ബോവായി പോവും. ഇപ്പൊ ആൾക്കാരോട് അങ്ങനെ പെരുമാറി അവിടുത്തെ ആൾക്കാരോട് അങ്ങനെ ചെയ്ത് ആ ഒരു രീതി എനിക്കിപ്പോ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ തന്നെ നല്ല റെസ്പെക്റ്റ് ആണ് എല്ലാവരോടും, പിന്നെ നല്ല പങ്ക്ച്വൽ ആണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കാനുള്ളതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചേച്ചിയുടെ ഏജ് എഡ്യൂക്കേഷൻ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ കൂടുതൽ ജപ്പാൻ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്തൂടെ? ഹോബീസ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി ആയിട്ടാണ്. അപ്പൊ ഞാൻ ഈ വ്ളോഗ് എന്ന് പറഞ്ഞത് അത്ര കാര്യമായിട്ട് തുടങ്ങിയതല്ല. ഇനിയിപ്പോ അത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ഇത്രയും സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ വന്ന സ്ഥിതിക്ക് അപ്പൊ ഇനി പതുക്കെ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഹോബീസ് എന്ന് പറഞ്ഞാല് എനിക്ക് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഞാൻ അതൊന്നും ചെയ്യാറില്ല. ഇപ്പൊ ഫുൾ ടൈം യൂട്യൂബ് തന്നെയാണ് എന്റെ ഒരു ഹോബി, അല്ലെങ്കിൽ അങ്ങനെ പറയാം. ചേച്ചി ജാപ്പനീസിൽ കുറച്ചു നേരം സംസാരിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജിക്കുവിനെ കൊണ്ടായാലും മതി ഇത്. അപ്പൊ നമുക്ക് ജിക്കുവിനെ കൊണ്ട് സംസാരിപ്പിക്കാം കേട്ടോ. അമ്മയെ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവരാമോ? അമ്മനോട് ഞാൻ ചോദിച്ചു നോക്കാം, ട്രൈ ചെയ്യാം, ഒരിക്കലും ഒരു വീഡിയോയിൽ കൊണ്ടുവരാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആർഷ ഗോവിന്ദ്, നിങ്ങൾക്ക് ജപ്പാനിൽ താമസിക്കാൻ ഇഷ്ടമാണോ? എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവം അവിടെ വെച്ച് ഉണ്ടായത് ഷെയർ ചെയ്യാമോ? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം, ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എല്ലാവർക്കും ജപ്പാനിൽ താമസിക്കാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ നാടിനെ മിസ് ചെയ്യും. അങ്ങനത്തെ റിലേറ്റീവ്സിനെ അങ്ങനെ വിചാരിച്ചോണം പെട്ടെന്ന് ഓടിപ്പോയി കാണാനൊന്നും പറ്റില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. അതല്ലാതെ ഈ നാടിനെ ഇഷ്ടമാണ്, ഈ നാട് ഇഷ്ടമാണ്, ഇവിടുത്തെ നാട്ടിലത്തെ ആൾക്കാരെയും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ജപ്പാനിൽ താമസിക്കാൻ നല്ല ഇഷ്ടമാണ്, നല്ല സേഫാണ്. തന്നെ എനിക്ക് പിന്നെയും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ കാര്യങ്ങൾ നാട്ടിലത്തേലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എനിക്കിവിടെ ഇഷ്ടം. എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവം ഇവിടെ വെച്ചിട്ടുണ്ടായത് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചും ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഒരു നമ്മുടെ മൗണ്ട് ഫുജി കയറാൻ പോയായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് അങ്ങനെ ഫുള്ള് കയറാൻ പറ്റി. അപ്പൊ ആ സമയത്ത് അത് മാത്രമേ എനിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. സെബി ജോസ് ചോദിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ, ഡു ദേ ലൈക്ക് ഇന്ത്യൻസ് ആൻഡ് വാട്ട് ഈസ് ദെയർ ഒപ്പീനിയൻ അബൌട്ട് ഇന്ത്യ? ഇന്ത്യൻസിനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്നെ നല്ല ഇഷ്ടമാണ് അവർക്ക്. അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെ കുറിച്ചിട്ട് എനിക്ക് അങ്ങനെ അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അധികം ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാന്ന്. അപ്പൊ ഞാനിപ്പോ ജിക്കുനെ കൊണ്ട് ഇവിടെ പ്ലേ ഏരിയയിൽ പോകുമ്പോഴായാലും അങ്ങനെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഇപ്പോ അത്യാവശ്യം. അപ്പൊ അവര് നല്ല ഫ്രണ്ട്ലി ആണ്, എല്ലാ കാര്യങ്ങളും നല്ല ഹെൽപ്പിംഗ് ആണ്. പിന്നെ ഇന്ത്യൻസിനെ കുറിച്ച് അവർ പറയാന്ന് വെച്ചാല് വലിയ തലയുള്ള ആൾക്കാരെന്നാണ്, ഭയങ്കര ബുദ്ധിമാന്മാരായിട്ടാണ് ഇന്ത്യക്കാരെ ജപ്പാൻകാര് പറയണത്. ഇവർക്ക് ഇന്ത്യക്കാർക്ക് നല്ല മാത്സ് അറിയാം അങ്ങനെയൊക്കെയാണ് പറയാറ്. അതാണ് അവരുടെ ഒരു ഒപ്പീനിയൻ. പിന്നെ രാജേശ്വരി വേലുക്കുട്ടി ഇങ്ങനെ ജസ്റ്റ് ഒരു ലൈക്ക് തന്നിട്ടുണ്ട്, താങ്ക് യു. ജപ്പാനിലോട്ട് പോകുമെന്ന് കരുതി എന്തെല്ലാം പ്രിപ്പറേഷൻ നടത്തിയിരുന്നു? അവിടേക്കുള്ള യാത്രയെ പറ്റി ഒന്ന് പറയാമോ? പ്രത്യുഷ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജപ്പാനിലേക്ക് പോകുന്ന കരുതി എന്തെല്ലാം പ്രിപ്പറേഷൻ വെച്ചാല് ഒരുപാട് പ്രിപ്പറേഷൻ ചെയ്തായിരുന്നു. എന്ന് വെച്ചാല് അമ്മയ്ക്ക് വീട്ടിലെല്ലാവർക്കും നല്ല പേടിയായിരുന്നു. ഈശ്വര തണുത്ത് -ഡിഗ്രി വരെയുള്ള നാട്ടിലേക്കാണ് പോണത്, എന്താ ചെയ്യാം, എന്തൊക്കെയാ കൊണ്ടുപോണ്ടേന്നൊക്കെ ഒരു പിടിയില്ല. കേരളത്തിലെ ഫുഡ്
അരിപ്പൊടിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടാത്തതുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും കിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താ അപ്പൊ അങ്ങനെ കുറെ ഫുള്ള് ഷോപ്പിങ്ങിലായിരുന്നു കൂടുതൽ പ്രശ്നങ്ങള്. വിന്ററിന്റെ ജാക്കറ്റും കാര്യങ്ങളും ഗ്ലൗവും ക്യാപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തപ്പി നടക്കലും ഓട്ടൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഇവിടേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ എന്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു ഫ്ലൈറ്റ് യാത്ര. ഫ്ലൈറ്റിനെ കുറിച്ചിട്ടും അപ്പൊ എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു. അപ്പൊ അതും എനിക്ക് അത്ര ഫ്ലൈറ്റ് യാത്ര എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. വെച്ചാൽ ലോങ് ടൈം ആണ്, ട്രാവൽ ടൈം 10 hours എടുക്കും ട്രാവൽ ടൈം മാത്രം. അപ്പൊ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മലേഷ്യയിൽ ട്രാൻസിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ പാടെ വന്നപ്പോ ട്രാൻസിറ്റ് ടൈം 1 day ആക്കിയിട്ട് ഞങ്ങൾ പിറ്റേ ദിവസത്തെ ഫ്ലൈറ്റിലാണ് വന്നത്. അപ്പൊ മലേഷ്യയിൽ ഒരു ജസ്റ്റ് 1 day ഇറങ്ങിയായിരുന്നു. അതാണ് ഫസ്റ്റത്തെ യാത്ര. യുവർ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. സബീന ആണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ബിടെക് ആണ്, IT ഫീൽഡ് ആയിരുന്നു. ശുഭ നായർ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഗീവ് എ സ്മോൾ എക്സ്പ്ലനേഷൻ റിഗാർഡിംഗ് കോളേജ് എഡ്യൂക്കേഷൻ ഇൻ ജപ്പാൻ. അപ്പൊ ഈ ഒരു ടോപ്പിക് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ഞാൻ അങ്ങനെ ഉള്ള ആൾക്കാരായിട്ട് എനിക്ക് കോണ്ടാക്ട് ഒന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് പറയാൻ അറിയില്ല കേട്ടോ, സോറി. അപ്പൊ എപ്പോഴെങ്കിലും അങ്ങനെ ഐഡിയ കിട്ടുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. മീ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. മീ ചോദിച്ചിരിക്കുന്നത് നാട്ടിലില്ലാത്തതും ഇവിടെ ഉള്ളതുമായ കാര്യം എന്താണ്? മെയിനായിട്ട് ക്ലീൻ ആണ് ഇവിടെ. നാട്ടിൽ അത്ര ക്ലീൻ ഒന്നല്ലല്ലോ. ഒരു ക്ലീൻ കൺട്രിയാണ് ജപ്പാൻ. അതേപോലെ തന്നെ സേഫ് കൺട്രിയാണ്. അത് നാട്ടിൽ ഒട്ടും സേഫ് അല്ല. ഇപ്പോഴത്തെ വാർത്തകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഇവിടുത്തെ ആൾക്കാർ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത്. അത് നാട്ടിൽ അത്രയ്ക്കും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അനീഷ VP ആണ് ചോദിച്ചിട്ടുള്ളത്. വാണ്ട് ടു നോ അബൌട്ട് ജപ്പാൻസ് ഫെസ്റ്റിവൽ ആൻഡ് റിച്വൽസ്. അപ്പോ ജപ്പാൻ ഫെസ്റ്റിവൽസ് ഇപ്പൊ അടുത്ത് തന്നെ ഒരു ഫെസ്റ്റിവൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഞാൻ വീഡിയോ ഷെയർ ചെയ്യാം. റിച്വൽസിനെ കുറിച്ചിട്ട് ഞാൻ സെറ്റ്സുബു എന്ന് പറഞ്ഞിട്ട് ഒരു റിച്വൽ വീഡിയോ ചെയ്തായിരുന്നു. അതൊന്ന് കണ്ടു നോക്കൂട്ടോ. പിന്നെ അടുത്തത് വരുമ്പോ ഞാൻ അതിന്റെ വീഡിയോ ഷെയർ ചെയ്യാം. ഹൈലൈറ്റ്സ് വേണോ അവിടെ വർക്ക് ചെയ്യാൻ? വേണ്ട കേട്ടോ. പിന്നെ ഇവിടെ ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കണത് കുറച്ച് അത്യാവശ്യമാണ് ഇവിടെ. അടുത്ത ക്വസ്റ്റ്യൻ NGN ഫോർ എനിത്തിങ്. ഇതൊരു ചാനലാണ് കേട്ടോ. അപ്പൊ അവരുടെ ചാനലൊക്കെ എല്ലാവരും കണ്ടോളോ, സപ്പോർട്ട് ചെയ്യുക എല്ലാവരെയും. വാട്ട് ഡു യു ഫീൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ, പിന്നെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് കൂടിയപ്പോൾ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ January 14th ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിചാരിച്ചു ജപ്പാൻ എന്നൊക്കെ പേരിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്ന് കാണും, ഭയങ്കര സംഭവമായിരിക്കും, അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ വീഡിയോ ഇട്ടു. എനിക്ക് എന്തെന്നില്ലാത്ത ഞാൻ അത് തോന്നിയ വീഡിയോസ് ഒക്കെ ഇട്ടു. ജിക്കു സ്കൂളിൽ പോവാ, വീക്ക്ലി 2 ആയിരുന്നു അവൻ അന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ 2 ദിവസം ഞാൻ വേഗം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ കൂടി ഇടാം. അപ്പൊ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ സജസ്റ്റ് ചെയ്ത് നീ ജപ്പാനിലല്ലേ താമസിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളുണ്ട് അവിടുത്തെ കാണിക്കാൻ എന്നൊക്കെ ഇതാക്കിയപ്പോഴാണ് ഞാൻ ജപ്പാനിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. എന്നിട്ട് ജപ്പാനെ കുറിച്ചിട്ട് പിന്നെ കുറെ വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി, ഇവിടുത്തെ പ്രത്യേകതകളും അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ആരും കാണാനുണ്ടായിരുന്നില്ല. കുറെ യൂട്യൂബ് ചാനൽസ് തന്നെ കാണുമായിരുന്നു, അവർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ സപ്പോർട്ട് ചെയ്യാൻ. വേറെ പുറത്തുനിന്ന് ഇങ്ങനെ ഉള്ള സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് നല്ല വിഷമായിരുന്നു. അപ്പൊ പിന്നെ എപ്പോഴോ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സമയത്ത് പെട്ടെന്നാണ് എന്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ വീഡിയോ അത്യാവശ്യം ക്ലിക്കായി. ഇപ്പൊ അതിന് 1 lakh വ്യൂസ് കിട്ടി. അപ്പോഴാണ് അതിനോട് ഇപ്പം തന്നെ എന്റെ ബാക്കി എല്ലാ വീഡിയോസിനും അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടി. അങ്ങനെ ചാനലിൽ കുറച്ചൊരു ബെറ്ററായി, കുറച്ചെല്ലാം നല്ലപോലെ ബെറ്ററായി തന്നെ പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇപ്പൊ ഒരുപാട് സന്തോഷാണ്. ഇപ്പൊ ലാസ്റ്റ് ഡേ എന്റെ ചാനൽ മോണിറ്റൈസ്ഡും ആയി. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ നല്ല ഹാപ്പിയാണ് ഇപ്പോ. അടുത്ത ക്വസ്റ്റ്യൻ ഷമ്മി GS ആണ് ചോദിച്ചിട്ടുള്ളത്. മോസ്റ്റ് ഓഫ് മൈ ഡൗട്ട്സ് അവർ ആസ്ക്ഡ് ബൈ സമ്മൺ. ഇഫ് യു ക്യാൻ ഷോ വില്ലേജ് ലൈഫ് ആൻഡ് ദർ ഫാമിംഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി പെട്ടെന്ന് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. ഇവിടുത്തെ ഫാമിങ്ങും കാര്യങ്ങളൊക്കെ അധികം വൈകാണ്ട് കാണിക്കാൻ ട്രൈ ചെയ്യാം. സജ്ജന ജോയ് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എനിക്ക് വാട്സപ്പ് നമ്പർ ഒന്ന് തരുമോന്ന്. അപ്പൊ വാട്സപ്പ് നമ്പർ എനിക്ക് തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ മെയിൽ ID ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ മെയിൽ IDയിലേക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും മെയിൽ അയച്ചാൽ മതി.
എനിക്ക് തോന്നുന്നു ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരു പാർട്ടായിട്ട് ഇപ്പൊ നമുക്ക് ഇവിടെ വീഡിയോ നിർത്താൻ തോന്നുന്നു. ഇപ്പൊ ഒരുപാടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. എന്നാ തന്നെ ഇങ്ങനെ കണ്ടോണ്ടിരുന്ന സംസാരം കേട്ടോണ്ടിരിക്കണ്ടേ. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സംശയങ്ങളൊക്കെ കുറെയൊക്കെ തീർന്നു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്